നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. നമുക്കറിയാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി നമുക്ക് ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ടോ അഫിലിയേറ്റ് ആയിട്ട് ആ കമ്പനിയിലേക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ്സ് എത്തിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ വിൽക്കപ്പെടുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ വഴി റെഫർ ചെയ്ത് സെയിൽസ് വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. നോർമലി നമ്മൾ ഓൺലൈനായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്തിട്ട് അത്യാവശ്യത്തിന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുകയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നല്ല ഓഡിയൻസിനെ പറ്റി സ്റ്റഡി നടത്തുകയും നല്ല ഒരു ഓഡിയൻസ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ല ഒരു അസറ്റാണ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ശരിക്കും പ്രോഡക്റ്റുകളെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാകണം. ഏത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നെറ്റ്വർക്കുമായിട്ട് നമ്മൾ അഫിലിയേറ്റ് ആയാലാണ് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുക എന്നൊക്കെയുള്ള അറിഞ്ഞിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാകും, ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും. ശരിക്കും ഞാൻ ആമസോൺ അഫിലിയേറ്റ് ആകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഗുണങ്ങളുമാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഒരു ആമസോൺ അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തുള്ള ലിങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്ന ലിങ്കിനകത്തും കൊടുത്തിരിക്കാം. അപ്പം എന്താണ് ഒരു അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അഫിലിയേറ്റ് ആയിട്ട് ഓൺലൈനിൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളാണ് ഗൂഗിൾ ആഡ്സെൻസ്. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലോഗോ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് വഴി നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ പരസ്യം നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് കാണിക്കുന്നത് വഴി നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിനകത്തുള്ള ക്ലിക്സ് വഴി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാമുകളെ പറ്റിയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാമുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാണ് ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം. ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന അഫിലിയേറ്റ് പ്രോഗ്രാം, ആമസോണിനകത്ത് വെബ്സൈറ്റിൽ പോയി ബിക്കം അഫിലിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഒരു കാശിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെയോ നിങ്ങൾക്ക് ഓൺലൈൻ ഏണിങ്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിലോ എങ്കിലും ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫ്രീ ആയിട്ടുള്ള ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. ഒരു ഫ്രീ ആയിട്ടുള്ള ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോയും ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ബ്ലോഗറിനകത്ത് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം ആ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കാർഡിനകത്ത് കൊടുത്തേക്കാം, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ലിങ്ക്. അപ്പോൾ ആ കാർഡിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ആ ബ്ലോഗ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആമസോണിനകത്ത് അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ആ ബ്ലോഗിനകത്ത് നിങ്ങൾ അത്യാവശ്യം കുറച്ച് കണ്ടൻസ് പോസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന്, നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ വഴി അഫിലിയേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോഡക്ട്സുകൾ എന്ത് ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കാം. ബുക്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുക്സിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യാം. ഇനി നിങ്ങൾ ജനറലായിട്ട് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ആമസോണിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, താല്പര്യം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനറൽ ടോപ്പിക്ക് ബ്ലോഗിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. ബ്ലോഗിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന, ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ 1-2 പോസ്റ്റുകൾ ഇട്ടാൽ മതി. ഒരു 3-4 പോസ്റ്റ് ഇടുക. ആ ബ്ലോഗിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുക. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിനകത്തുണ്ട്. ഗൂഗിൾ സെർച്ച് കൺസോളിന് ഏതൊരാൾക്കും നമ്മളെ ബ്ലോഗിനെ വെരിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് 1-2 പോസ്റ്റ് ഇടുന്നു, നല്ല കണ്ടൻസിലൊക്കെ ഉള്ള പോസ്റ്റ് ആണെങ്കിൽ അതിനെ ഉടനെ തന്നെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുക. അതിനുശേഷം ആ ബ്ലോഗ് ഉപയോഗിച്ച് ആമസോണിനകത്ത് അഫിലിയേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, നേരത്തെ 24 മണിക്കൂർ 48 അവേഴ്സിനുള്ളിലൊക്കെ ആയിരുന്നു ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബ്ലോഗൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ജോയിൻ ചെയ്യാം. ഇനി അഫിലിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ,
ആമസോണിനകത്ത് കൂടുതൽ വിൽക്കപ്പെടാൻ സാധ്യതയുള്ളതോ നിങ്ങളുടെ ഓഡിയൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓഡിയൻസ് നെറ്റ്വർക്കിലോ നിങ്ങളുടെ കണക്ഷനിലൊക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ മേടിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള പ്രോഡക്റ്റുകളെ പറ്റി റിസർച്ച് ചെയ്യുക. അത് ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം, ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആമസോണിൽ കൂടുതൽ വിറ്റുപോകുന്ന പ്രോഡക്ട്സ് ആകാം, കൂടുതൽ റിവ്യൂസ് ഉള്ള പ്രോഡക്ട്സ് ആകാം, ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള പ്രോഡക്റ്റുകളെ ദയവ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിന് നിങ്ങൾക്ക് എളുപ്പ മാർഗ്ഗമുണ്ട്. ഗൂഗിൾ എടുത്തിട്ട് ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അഫിലിയേറ്റ് ആയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളെ സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് അതിനകത്ത് സെലക്ട് ചെയ്യുന്ന ബുക്സ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളാകാം, വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാകാം, കിച്ചൺ വെയർ അല്ലെങ്കിൽ ഹോം വെയർ സാധനങ്ങളൊക്കെ ആയിരിക്കാം, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കാം, ഇലക്ട്രോണിക് സാധനങ്ങളായിരിക്കാം, ഡിവൈസസ് ആയിരിക്കാം, ഡ്രസ്സ് ആയിരിക്കാം. ആമസോണിൽ വിൽക്കുന്ന എന്ത് പ്രോഡക്റ്റും നിങ്ങൾക്ക് അഫിലിയേറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ പ്രോഡക്റ്റുകളെ പറ്റി നിങ്ങളുടെ ബ്ലോഗിനകത്ത് എഴുതിയാൽ മതി. ഇതൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന 2 വീഡിയോകളുടെ ലിങ്കാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട്, അത് ഞാൻ ക്ലാസ് എടുക്കുന്ന വീഡിയോ ആണ്, ആ ക്ലാസ് എടുക്കുന്നതിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സും അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ആ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ചെയ്തു പോകുന്നതാണ്. അല്പസമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്തിട്ട് ആമസോണിൽ അഫിലിയേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്രൂവൽ കിട്ടും. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ അതിനകത്ത് ആഡ് ചെയ്ത് അതിനകത്തേക്ക് പോസ്റ്റുകളായിട്ട് ആഡ് ചെയ്യാം. കണ്ടൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചാറ്റ് GPT പോലെയുള്ള AI സിസ്റ്റത്തിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കണ്ടൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ആ കണ്ടൻസ് നിങ്ങൾ മോഡിഫൈ ചെയ്ത് വൃത്തിയായിട്ട് സിമ്പിൾ ആക്കിയതിന് ശേഷം ആ ബ്ലോഗ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാം. ആ ബ്ലോഗ് പോസ്റ്റുകളെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാകും, ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാകും, ലിങ്ക്ഡിൻ അങ്ങനെ ഉള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പോസ്റ്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓഡിയൻസ് നെറ്റ്വർക്കിലുള്ള ആൾക്കാർ അത് കാണുകയും ആ കാണുന്ന ലിങ്ക് വഴി അവർ നിങ്ങളുടെ ബ്ലോഗിലെത്തുകയോ പോസ്റ്റിലെത്തുകയോ അവിടെ നിന്ന് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എടുത്തിട്ട് അവർ പർച്ചേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റുകൾ അവർ മേടിക്കുന്നത് കൊണ്ടുള്ള ഒരു കമ്മീഷൻ എമൗണ്ട് കിട്ടുന്നു. അതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് എമൗണ്ട്. എല്ലാ അഫിലിയേറ്റ് പ്രോഗ്രാമുകളിലും ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് ആയിരിക്കും നിങ്ങളെ ബ്ലോഗ് വഴിയൊക്കെ നിങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഒരു ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്ത സെലക്ട് ചെയ്ത നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ക്യാമറ മോഡൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് വരുന്ന രീതിയിൽ ബ്ലോഗ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോഗിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ക്യാമറ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പർച്ചേസ് നടക്കുമ്പോൾ നിങ്ങളുടെ റെഫറലിൽ ഒരു പർച്ചേസ് നടക്കുന്നു. ശരിക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിനകത്ത് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഫിലിയേറ്റ് ചെയ്യുന്ന നമുക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, മാർക്കറ്റേഴ്സിന് ആ പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോഴുള്ള കമ്മീഷൻ എമൗണ്ട്, ആ എമൗണ്ട് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രോഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യാനുള്ള ഫീസിൽ നിന്ന് ആമസോൺ നമുക്ക് തരുന്നതാണ്. അത് നമുക്ക് കിട്ടും. അത് ഒരു ബെനിഫിറ്റ്, അത് നമ്മൾക്കുള്ള ബെനിഫിറ്റ്. ഇനി എന്താണ് ആമസോണിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരാളിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ പ്രോഡക്റ്റുകളെ അഡ്വർടൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്ററിനെ കൊണ്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വഴി നടന്നു പോകുന്നു. നമ്മൾ വഴി അവരുടെ പ്രോഡക്റ്റ് സെല്ലാകുന്നു, സെയിൽസ് കൂടുന്നു. അങ്ങനെ കൂടുതൽ അഫിലിയേറ്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ പ്രോഡക്റ്റുകളുടെ സെയിൽസ് അനേകായിരം ലക്ഷക്കണക്കിലേക്ക് വർദ്ധിക്കാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് അവർ ഈ പ്രോഗ്രാം വെച്ച് നടത്തുന്നു. അവരുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് നമുക്ക് ഏണിങ്സ് ആയിട്ട് തരുന്നു. ഇനി ആമസോണിനകത്തുള്ള പ്രോഡക്റ്റുകളെ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്തേക്കുന്ന കമന്റിലുള്ള ലിങ്കുകളോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ആ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എങ്ങനെ അറിയാൻ പറ്റും, ഏതൊക്കെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു ചെറിയ വിവരം പറയാം. അതിനകത്ത് 9% മുതൽ കമ്മീഷൻ കൊടുക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. ഹോം വെയർ, കിച്ചൺ വെയർ, അതുപോലെ തന്നെ ബേബി പ്രോഡക്ട്സ്, വീട്ടിൽ ഉപയോഗിക്കുന്ന കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ ഒരു 9% മുകളിൽ അല്ലെങ്കിൽ 9% വരെയൊക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മൾ വഴി ഒരു 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് സെല്ലായാൽ, ആമസോണിനകത്ത് സെയിൽ നടന്നാൽ അതിൻ്റെ ടാക്സ് പോയിട്ടുള്ള എമൗണ്ടിൻ്റെ 9% നമ്മളെ ഏണിങ്സ് ആയിട്ട് കാണിക്കുകയും അത് ഒരു ത്രഷോൾഡ് എമൗണ്ട് അതിനകത്തുള്ളത് 1000 രൂപയാണ്. ഗൂഗിൾ ആഡ്സെൻസിനകത്ത്
$100 ത്രഷോൾഡ് എമൗണ്ട്. അതിന് ഒരുപാട് സമയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. എന്നാൽ ആമസോണിനകത്ത് 1000 രൂപയാണ് ത്രഷോൾഡ് എമൗണ്ട്. അത് നമുക്ക് ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് സെയിൽസ് നടന്ന് 1000 രൂപ ആയാൽ അതിൻ്റെ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ആ മന്തിൻ്റെ എൻഡിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ആമസോണിനകത്തുള്ളത്. അത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാം. അപ്പം ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിനകത്ത് ജോയിൻ ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റ്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഓൺലൈൻ ഏണിങ്സ് വർദ്ധിപ്പിക്കാനോ SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണാനോ അതിൻ്റെ വിവരം അറിയാനോ അറിവ് ആർജിക്കാനോ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ചാനലിനകത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോസ് അടുത്ത പബ്ലിഷ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. ഇനി ഞാൻ ഇടുന്ന അടുത്ത അഫിലിയേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത വീഡിയോ CJ പോലെയുള്ള അഫിലിയേറ്റ് നെറ്റ്വർക്കുകളുടെയൊക്കെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് വിവരങ്ങൾ പറയുന്ന വീഡിയോസാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇടതടവില്ലാതെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. I am Ramdas signing off. Bye bye.